സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഉപകരണ ക്ഷാമം രൂക്ഷമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്റ്റെന്റുകൾ ഉൾപ്പെടെ ലഭിക്കാതെ വന്നതോടെ ശസ്ത്രക്രിയകൾ താളം തെറ്റുകയാണ്. പ്രതിസന്ധിയിൽ കാർഡിയോളജി വിഭാഗം മേധാവി സൂപ്രണ്ടിന് കത്ത് നൽകി. വിതരണ കമ്പനികൾക്ക് കോടികളാണ് കുടിശ്ശിക ഇനത്തിൽ സർക്കാർ നൽകാനുള്ളത്. ശ്രീനന്ദ, ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥത ഓരോ പ്രാവശ്യവും ഇത്തരത്തിൽ അത് ഉപകരണ ക്ഷാമത്തിലാകട്ടെ മരുന്ന് വിതരണ കുടിശ്ശികയിലാകട്ടെ എടുത്തു കാട്ടുമ്പോൾ സർക്കാരിന്റെ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളൊക്കെ മികച്ചതാണ് എന്നുള്ള ഒറ്റ വാക്കിൽ ആരോഗ്യമന്ത്രി ചുരുക്കുന്ന കാഴ്ചകളാണ് കാണാനുള്ളത്. പക്ഷേ നിലവിൽ അതല്ല സാഹചര്യം എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മാത്രം കാര്യം എടുക്കുകയാണെങ്കിൽ? തീർച്ചയായിട്ടും രോഹിണി, കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ആരോഗ്യമന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൽ ഒരു ഉപകരണക്ഷാമവും ഇല്ല, അവിടെ എല്ലാം കറക്റ്റായാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അവിടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് എടുത്തെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കാരണമെന്ന് സാധാരണ ജനങ്ങൾക്കടക്കം അറിയാവുന്ന ഒരു കാര്യം. എന്തുകൊണ്ടാണ് ആരോഗ്യമന്ത്രി മറച്ചു വെക്കുന്നത് എന്നൊരു ചോദ്യം ഇവിടെ നമുക്ക് ചോദിക്കണം. കാരണം മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണം ക്ഷാമമുണ്ടെന്ന് അവിടുത്തെ ഡോക്ടർ തന്നെ പറയുകയുണ്ടായി. ഡോക്ടറും അതുപോലെ തന്നെ രോഗികൾ തന്നെ നിരവധി തവണ അത് ആരോഗ്യ വകുപ്പിനെ അറിയിക്കുകയും അവിടുത്തെ ഡോക്ടർമാരോട് പരാതിപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം അവിടെ നിന്നൊന്നും അതിനൊരു പരിഹാരം ലഭിക്കാത്തത് കൊണ്ടാണ് ഇവർ മാധ്യമങ്ങളോട് തന്നെ ഡയറക്റ്റ് വന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഒരുപാട് വാർത്ത നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ശസ്ത്രക്രിയ ഉപകരണത്തിന്റെ ക്ഷാമം മൂലം, അതുപോലെ തന്നെ ശസ്ത്രക്രിയ ചെയ്തപ്പോൾ ഉണ്ടായ അപാകതകൾ, മറ്റ് നിരവധി പ്രശ്നങ്ങൾ, രോഗികളിൽ നിന്ന് പണം ഈടാക്കി ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതടക്കം നിരവധി പ്രശ്നങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇതെല്ലാം സാധാരണ ജനങ്ങൾ മന്ത്രിയോടും അതുപോലെ തന്നെ ഡോക്ടർമാരോടും പറഞ്ഞതിന് ശേഷം, ആരോഗ്യവകുപ്പിനോട് ധരിപ്പിച്ച ശേഷം അവിടെ നിന്ന് ഒരു തരത്തിലുമുള്ളൊരു നീക്കം ഉണ്ടാക്കാത്തതിന്റെ പേരിലാണ് ഇവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതെന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. എന്നിട്ടും ഇതെല്ലാം സത്യസന്ധമായ കാര്യമാണ് എന്ന് അറിഞ്ഞിട്ട് കൂടി ആരോഗ്യവകുപ്പ് അവിടെ ഒരു മറ സൃഷ്ടിക്കുകയാണ്. എന്താണ് ഈ മറ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകാത്തൊരു സ്ഥിതിയാണ്. അതുപോലെ തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം പോലുള്ള രോഗബാധിതർ എത്ര പേരുണ്ടെന്നോ അല്ലെങ്കിൽ എത്ര പേർക്കാണ് ഇപ്പോൾ ആ രോഗം ബാധിച്ചിരിക്കുന്നതെന്ന് ഉള്ള ഒരു വ്യക്തമായ കണക്ക്, എത്ര പേർ അതിൽ നിന്ന് മരണപ്പെട്ടിരിക്കുന്നത് വ്യക്തമായ കണക്ക് പോലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഈ ശസ്ത്രക്രിയക്കുള്ള ഉപകരണങ്ങളുടെ ക്ഷാമം എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് സമ്മതിക്കാത്തത്? ഇത്ര കോടി രൂപ തങ്ങൾ കൊടുത്തു, വാഗ്ദാനം ചെയ്തു, അത് നൽകിക്കഴിഞ്ഞു, എല്ലാ ഉപകരണങ്ങളും അവിടെ തന്നെ ഉണ്ട്, ക്ഷാമം ഒന്നും തന്നെ ഇല്ല എന്ന് 100 വട്ടം ആരോഗ്യവകുപ്പ് പറയുമ്പോഴും ഉപകരണ ക്ഷാമമുണ്ടെന്ന് അവിടുത്തെ ഡോക്ടർമാർ തന്നെ, കാർഡിയോളജി വിഭാഗം മേധാവി തന്നെ പറഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് കത്ത് വരെ നൽകിയതാണ്. ആ കത്തിന് പോലും ഇതുവരെ യാതൊരു തരത്തിലുമുള്ള മറുപടി ലഭിച്ചിട്ടില്ല എന്നത് വളരെ ശ്രദ്ധയോടെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം, പച്ചയായ കള്ളമെല്ലാം പുറത്തു വന്നതിന് ശേഷവും ആരോഗ്യമന്ത്രി മൗനം പാലിക്കുന്നത്, തന്റെ തെറ്റുകളൊന്നും പുറത്തു കാട്ടാതെ ആ തെറ്റുകളെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് കൊണ്ട് പ്രസ്താവന നടത്തുന്നു, നിയമസഭയിൽ അത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നതിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് സാധാരണ ജനങ്ങൾക്ക് അറിയേണ്ടത് വളരെ വലിയ അത്യാവശ്യമാണ്. സാധാരണ ജനങ്ങളാണ് ഇത് അറിയേണ്ടത്. അല്ലാതെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ചകളെല്ലാം മൂടിക്കെട്ടി വെച്ച് സാധാരണ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു അവസ്ഥ. ശരി ശ്രീനന്ദ, എന്തായാലും ആരോഗ്യവകുപ്പിന്റെ മുഖം രക്ഷിക്കാൻ ഏത് പച്ചക്കള്ളവും പറയാൻ മടിയില്ലാത്ത ഒരു വകുപ്പ് മന്ത്രിയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. SP ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.